ടാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് എക്സ്റ്ററിൻ്റെ ആക്ച്വൽ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഹ്യുണ്ടായിയുടെ വാഹനമായതുകൊണ്ട് തന്നെ മൈലേജിനെ പറ്റി എല്ലാവർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. എന്നാൽ പുതിയ ഹ്യുണ്ടായി വാഹനങ്ങൾ അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഈ ഒരു എക്സ്റ്ററിൻ്റെ മൈലേജ് ടെസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ടാസിൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മളെ വീഡിയോയിൽ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടാകുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യുന്നത്, വീഡിയോയുടെ എണ്ണം കുറവാണെങ്കിൽ പോലും. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് മാക്സിമം യൂസ് ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഫുൾ ടാങ്ക് മെത്തേഡാണ്. അപ്പം ആദ്യം ഒരു ടാങ്ക് ഫുൾ അടിച്ച ശേഷം കുറച്ച് ദൂരം, അതായത് ഡെയിലി യൂസിനാണ് ഈ ഒരു വാഹനം യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് എന്ന് നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം യൂസ് ചെയ്ത ശേഷം ഒരു 200 കിലോമീറ്ററൊക്കെ ഓടിയ ശേഷം വീണ്ടും ഒരു ഫുൾ ടാങ്ക് അടിച്ച് ഓട്ടോ കട്ടിൽ നിർത്തിയ ശേഷം എത്ര മൈലേജ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന മൈലേജ്, അതിൻ്റെ ആക്യുറസി എത്രയുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്ന് കുറച്ച് ക്രൈറ്റീരിയസ് ആദ്യമേ പറയാം. നമ്മൾ ഫുൾ ടൈം AC ഇട്ട് തന്നെ ആയിരിക്കും വാഹനം യൂസ് ചെയ്യുന്നത്. അത് 25 ഡിഗ്രി സെറ്റ് ചെയ്തിട്ട്, ഓട്ടോ AC ഉള്ള വാഹനമാണ്, അതുകൊണ്ട് തന്നെ 25 ഡിഗ്രിയിൽ AC സെറ്റ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൈവേ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡ് എടുക്കുന്നത്, ഹൈവേയിലോട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്പീഡ് ചെയ്യുന്നത് 80 കിലോമീറ്റർ സ്പീഡിലായിരിക്കും മാക്സിമം പോകുന്നത്. അതിന് എബവ് ആയിട്ടുള്ള സ്പീഡിൽ പോകാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ 4 ദിവസം നമ്മൾ ഓടിയ ശേഷം എത്രയാണ് മൈലേജ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ ഡെയിലി യൂസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഓട്ടമാണ്. മാക്സിമം മൈലേജ് കിട്ടിയതും മിനിമം മൈലേജ് കിട്ടിയതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. നിലവിൽ ഫ്യൂവൽ ഫില്ല് ചെയ്ത് ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഓട്ടോ കട്ടാവുന്ന സമയത്ത്, നോസിൽ ഓട്ടോ കട്ടാവുന്ന സമയത്താണ് ഫുൾ ടാങ്ക് നമ്മൾ പെട്രോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി ഓടിയ ശേഷം തിരിച്ച് ഇതേ പമ്പിൽ തന്നെ വന്ന് ഇതേ മെഷീനിൽ നിന്ന് തന്നെ ആയിരിക്കും ഫുൾ ടാങ്ക് ആക്കുന്നത്, റീഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മീറ്റർ റീസെറ്റ് ചെയ്യാം. ട്രിപ്പ് മീറ്റേഴ്സ് 3 ട്രിപ്പ് മീറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഒന്ന് നമ്മൾ നോർമൽ വാഹനങ്ങളിൽ കണ്ടുവരുന്ന പോലെ തന്നെയുള്ള റീസെറ്റ് ചെയ്യുന്ന ട്രിപ്പ് മീറ്റർ, 2 ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ട്രിപ്പ് മീറ്റർ, അതായത് നമ്മൾ വാഹനം ഓൺ ചെയ്ത് ഓടിയ ശേഷം ഓഫ് ചെയ്യുന്ന സമയത്ത് റീസെറ്റ് ആവുന്ന ഒരു ഇൻസ്റ്റൻറ്റ് മൈലേജൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രിപ്പ് മീറ്റർ. കൂടാതെ റീഫിൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റീസെറ്റ് ആവുന്ന ഒരു ട്രിപ്പ് മീറ്റർ ഉണ്ട്. ഓരോ പ്രാവശ്യം റീഫിൽ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രിപ്പ് മീറ്റർ ഉണ്ട്. റീഫിൽ ചെയ്യുന്ന സമയത്തുള്ള ട്രിപ്പ് മീറ്റർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റീസെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോർമൽ ട്രിപ്പ് മീറ്ററും കൂടെ റീസെറ്റ് ചെയ്യാം. നമ്മൾ മൈലേജ് ടെസ്റ്റ് നടത്തുന്ന ഈ ഒരു വാഹനം SX വേരിയൻ്റ് ആണ്. അതിൽ ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈവേ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്രൂയിസ് കൺട്രോൾ 80ൽ, മാക്സിമം ടൈം 80ൽ സെറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും ഓടാൻ ശ്രമിക്കുന്നത്. ഈ ഒരു വാഹനത്തിന് ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിച്ചത് ഒരു 38 കിലോമീറ്റർ സ്ട്രെച്ചിലാണ്. 38 കിലോമീറ്റർ സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ ഒരു 40% മോഡറേറ്റ് ട്രാഫിക്കിലും ബാക്കിയുള്ള 60% ഹൈവേയിലുമാണ്. ഹൈവേയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഉപയോഗിച്ച് 80 കിലോമീറ്ററിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈവേ ആയിരുന്നു, നൈറ്റ് ഡ്രൈവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാഫിക് ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിലുള്ള ഡ്രൈവും ആയിരുന്നു. അപ്പോൾ ആ ഒരു 60%. അതുപോലെ തന്നെ 40% മോഡറേറ്റ് ട്രാഫിക് എന്ന് പറയുമ്പോൾ 3rd, 4th, 5th ആ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്ന ആ ഒരു രീതിയിലുള്ള ഡ്രൈവാണ്. അപ്പം അതിൽ മൈലേജ് ഡ്രോപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡ്രൈവിലാണ് നമുക്ക് മാക്സിമം മൈലേജ് കിട്ടിയിരിക്കുന്നത്. 38 കിലോമീറ്റർ ഓടിയപ്പോൾ നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് 18.6 ആണ് മൈലേജ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണിച്ച മൈലേജ് ആണ്. അത് ഓൾമോസ്റ്റ് ഒരു 99% ആക്യുറേറ്റ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു വാഹനത്തിൽ നിന്ന് മാക്സിമം മൈലേജ് ലഭിക്കാനാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ ഒരു 70നും 75 കിലോമീറ്ററിനും ഇടയ്ക്കുള്ള സ്പീഡ് ലിമിറ്റിൽ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്നത്. നമ്മൾ ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്തായിരുന്നാലും അല്ലെങ്കിലും ആ ഒരു രീതിയിലാണ് മൈലേജ് കൂടുതൽ ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്താണ് നമ്മൾ ഹൈവേയിലൂടെ പോകുന്നതെങ്കിൽ ചെറിയ കയറ്റങ്ങളൊക്കെ കയറുന്ന സമയത്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ ഈ ഒരു 70-75 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വാഹനത്തിന് സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തതുപോലെ തന്നെ ഹൈ സ്പീഡ് 80 കിലോമീറ്ററിലാണ് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ചെറിയ കയറ്റങ്ങൾ, ഹൈവേയിലുള്ള ചെറിയ കയറ്റങ്ങൾ കയറുന്ന സമയത്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് വാഹനം 80 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ RPMലായിരിക്കും ആ ഒരു കയറ്റം, ഹൈവേയിലുള്ള കയറ്റങ്ങൾ മുഴുവൻ കയറുന്നത്. അപ്പോൾ മൈലേജിൽ ഡ്രോപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൈലേജ് കൂടുതൽ കിട്ടാനാണ് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു 70നും 75 കിലോമീറ്ററിനും ഇടയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ മാക്സിമം മൈലേജ് കിട്ടും. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തതിനേക്കാൾ കൂടുതൽ മൈലേജ് ആ ഒരു കിലോമീറ്ററിൽ ഓടുമ്പോൾ കിട്ടും എന്നുള്ള കാര്യവും പറയാം. ഈ ഒരു വാഹനത്തിന് കിട്ടിയിരിക്കുന്ന ലീസ്റ്റ് മൈലേജ് എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ ആണ്. ഹെവി ട്രാഫിക് കണ്ടീഷനിലാണ് നമുക്ക് അങ്ങനെ ഒരു മൈലേജ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഗിയറിൽ തന്നെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള മൂവ്മെന്റ് ഉള്ള ട്രാഫിക്കാണ്. നമുക്ക് ഫസ്റ്റിന് സെക്കൻഡിലോട്ടോ അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മൈന്യൂട്ടായിട്ട്, അതുപോലെ തന്നെ വണ്ടി ഓഫ് ചെയ്തിടാനോ പറ്റാത്ത രീതിയിൽ ചെറിയ ചെറിയ മൂവ്മെന്റ് ഉള്ള ട്രാഫിക്കാണ്. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ ആ ഒരു ട്രാഫിക്കിൽ വാഹനം ഉണ്ടായിരുന്നു.
ട്രാഫിക്കിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാനായിട്ട് വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ട്രാഫിക് കണ്ടീഷനിൽ നമ്മൾ ഹെവി ട്രാഫിക്കിൽ എന്ന സമയത്താണ് 12 കിലോമീറ്റർ മൈലേജ് എന്നുള്ളൊരു ലീസ്റ്റ് മൈലേജ് നമുക്ക് ലഭിച്ചത്. നിലവിൽ നമ്മൾ ഫ്യൂവൽ റീഫിൽ ചെയ്തിട്ടുണ്ട്. 13.45 ലിറ്ററാണ് നമ്മൾ ഈ പറഞ്ഞ 188.3 കിലോമീറ്റർ ഓടാനായിട്ട് എടുത്തിരിക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത്. നമ്മൾ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ 14 കിലോമീറ്റർ ആണ് ആവറേജ് മൈലേജ്. ഈ ഒരു 188.3 കിലോമീറ്റർ ഓടാനായിട്ട് എടുത്തിരിക്കുന്ന ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് ആവറേജ് മൈലേജ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് 14 കിലോമീറ്റർ ആണ്. അപ്പം അത് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്ന അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു മൈലേജ് 14 കിലോമീറ്റർ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഡ്രൈവിന് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈവേ ഡ്രൈവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വളരെ ചെറിയ 4 കിലോമീറ്റർ 3 കിലോമീറ്റർ ട്രിപ്പുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കിട്ടിയിട്ടുള്ള ആവറേജ് മൈലേജ് ആണ് ഈ ഒരു 14 കിലോമീറ്റർ എന്ന് പറയുന്നത്. ജെനുവിൻ ആയിട്ട് നമുക്കൊരു വാഹനം വാങ്ങിക്കുന്നവർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന മൈലേജ് ആണ് ഈ ഒരു 14 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ആക്യുറസി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 18.3 കിലോമീറ്റർ ഓടിയപ്പോൾ ലഭിച്ച ആവറേജ് മൈലേജ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത് 15.3 കിലോമീറ്റർ ആണ്. അതായത് നമുക്ക് 1 കിലോമീറ്ററിന്റെ ഡിഫറൻസ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ആവറേജ് മൈലേജും തമ്മിലുള്ള ആക്ച്വൽ ആവറേജ് മൈലേജും തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ്ട് 1 കിലോമീറ്റർ ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് എ ടു പോയിന്റ് ബി അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ട്രാഫിക് കണ്ടീഷൻസിലൂടെ പോകുമ്പോൾ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 99% ആക്യുറേറ്റ് ആണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്തതുപോലെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിഫറൻസ് വരുന്ന ടെറൈൻസിലൂടെ പോകുമ്പോൾ, അതായത് ഹെവി ട്രാഫിക്, മോഡറേറ്റ് ട്രാഫിക്, പിന്നെ ചെറിയ ചെറിയ ട്രിപ്പുകൾ, നമ്മൾ ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ള 2-3 ട്രിപ്പുകൾ പോയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്തുള്ള ഹെവി മൈലേജിന്റെ ഡിഫറൻസ് വരുന്ന സമയത്താണ് ആക്യുറസി ഈ ഒരു ഡിഫറൻസ് കാണിക്കുന്നത് എന്നുള്ള കാര്യവും പറയാം. അപ്പോൾ ഹ്യുണ്ടായി എക്സ്റ്ററിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.